എന്നെ അത്തരം രീതിയിൽ കമൻസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അത് ഞാൻ അങ്ങനെ എടുക്കും. അങ്ങനെ അവർ ചിലപ്പം എന്നെ മനസ്സ് നോവിക്കാൻ ചിലപ്പോൾ കമൻറ്റ് ചെയ്യുന്നതും ആയിരിക്കാം. പക്ഷെ ഞാനെല്ലാം ഒരു പോസിറ്റീവ് ലെവലിൽ അങ്ങ് എടുക്കും. അപ്പം നമുക്ക് മനസ്സിനൊരു ഭയങ്കര ഒരു ഹാർഡൻഡായിട്ട് ഫീൽ ചെയ്യത്തില്ല. എല്ലാ കമൻസുകളും പോസിറ്റീവായിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വേണം നമ്മുടെ മുഖ്യം. കമൻസ് അല്ല മുഖ്യം. ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ് അത് എന്നും എപ്പോഴും വാഴ്ത്തപ്പെടുന്നതോ ആൾക്കാരെ കൊണ്ട് എന്താ പറയുക റെക്കഗ്നൈസ്ഡ് ആക്കുന്നതോ ഒക്കെ ആയിരിക്കാം. അവാർഡുകളായിട്ട് എൻ്റെ കയ്യിൽ വരുന്നതോ അവിടെ ഞാൻ ചെയ്തതാണ് മുഖ്യം. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇപ്പം ശ്രീ തന്നെ എന്നെ നോക്കുന്ന ഒരു രീതികൾ വേറെ ആയിരിക്കാം. തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ പെർസെപ്ഷൻ വേറെ ആയിരിക്കാം. ഇപ്പോൾ ആരുടെയും കണ്ണ് എന്നെ അല്ലെങ്കിൽ നീ അങ്ങനെ എന്നെ ചിന്തിക്കണം കേട്ടോ, ഇയാൾ എന്നെ അങ്ങനെ ചിന്തിക്കല്, ഇയാൾ എങ്ങനെ വേണം എന്നെ ചിന്തിക്കാൻ എന്ന് പറയാൻ പറ്റില്ല. ആർക്ക് പറയാൻ പറ്റും? ആരോട് പറയാൻ പറ്റും? അപ്പം അതുകൊണ്ട് അതെല്ലാം അതിൻ്റെ ഒരു വഴിക്ക് പോകും. പക്ഷേ എൻ്റെ കർമ്മം ഞാൻ എന്തിനാ ചെയ്തത്? ഒരു ഡയറക്ടറിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനം, പിന്നെ പണം കിട്ടാനോ മറ്റു സംഭവങ്ങൾക്കോ വേണ്ടിയിട്ട് തുണി ഇതുവരെ അഴിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഭാഗ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവേയില്ല. അതാണ് സോന നായർ ഇപ്പോഴും ഈ 35 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നത്.